بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله العظيم. وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين والشاكرين. والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇവിടെ ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിൽ വളരെ സുദീർഘമായി തന്നെ ഇതേ മൈതാനിയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ സുദീർഘമായ ഒരു പ്രസംഗം ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ബദർ സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ അവർകളും പേരോട് അബ്ദുറഹ്മാൻ തഖാഫി അവർകളും സുദീർഘമായി ഇൻഷാ അല്ലാഹ് സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കിനെ തുടർന്ന് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ ഒരു ലോക മഹായുദ്ധത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്ന് നാം ഭയപ്പെടുന്നു. മാത്രമല്ല, നമ്മുടെ കേരളക്കാരും മറ്റനേക രാഷ്ട്രത്തിലുള്ളവരും ഇന്ന് സൗദി അറേബ്യ, അതുപോലെ UAE, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബിസിനസ് നടത്തുന്നവരും ജോലി ചെയ്യുന്നവരും ആണ്. അതുകൊണ്ട് മാത്രം നമ്മുടെ രാജ്യത്ത് വലിയ നിയമത്തുകൾ ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ അമേരിക്കയുടെ കുബുദ്ധി കൊണ്ട് ഒരു സംഘട്ടനമുണ്ടാവുകയാണെങ്കിൽ ഈ സ്ഥലങ്ങളിലെല്ലാം അമേരിക്കയുടെ സൈന്യങ്ങളുണ്ട്. ആ സൈന്യങ്ങളുടെ നേരെ അമേരിക്കയുടെ എതിരാളികൾ ബോംബിടുകയോ അല്ലെങ്കിൽ മിസൈലുകൾ അയക്കുകയോ ചെയ്താൽ അതോടുകൂടി ലോകമഹായുദ്ധമായി പരിണമിക്കുമല്ലോ. അതുണ്ടാകരുത് എന്ന ശബ്ദമാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്. കേരള ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, നാളെ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് മുഖ്യമന്ത്രിയെ കണ്ട് പല കാര്യങ്ങളും പറയാൻ എഴുതി വച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ
നമ്മുടെ പല വിദ്യാർത്ഥികളും ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ പോയി പരീക്ഷ എഴുതുകയും അവർ ഡിഗ്രി സമ്പാദിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നടത്തുന്ന മർക്കസ് സഖാഫത്ത് സുന്നിയയിലും അതുപോലെ ബഹുമാനപ്പെട്ട മദ്രസ സാദാത്ത് നടത്തുന്ന മഅദനിലും വേരോട് നടത്തുന്ന സിറാജുൽ ഹുദയിലും എല്ലാ സ്ഥാപനങ്ങളിലും നമ്മുടെ പല സ്ഥാപനങ്ങളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ രഹസ്യമായി പഠിച്ച് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ പോയി പരീക്ഷയ്ക്ക് എഴുതാറുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പോൾ അതിന് സൗകര്യം കുറവായതുകൊണ്ട് അവർക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ കഴിയുന്നില്ലെന്നുള്ള നൂറുകണക്കായ കത്തുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒന്ന് മാത്രം ചുരുക്കിയതിൻ്റെ പേരിലാണ് ഈ കുഴപ്പം ഉണ്ടാകുന്നത്. മുമ്പുണ്ടായിരുന്നത് പോലെ പല തരങ്ങളിലും പരീക്ഷയ്ക്ക് എഴുതാൻ അവർക്ക് സൗകര്യം ലഭിക്കുന്ന പക്ഷം തീർച്ചയായും സൗകര്യങ്ങൾ കൂടും. അതെന്താണ് ആ സൗകര്യമുണ്ടായത് എന്ന് ഒന്നുകൂടി പരിശോധിച്ച് വേണ്ടത് ചെയ്യണമെന്ന് ഞങ്ങൾ കേരള ഗവൺമെൻറ്റിനോട് പറയുന്നു. കൊല്ലത്തുള്ള പ്രവർത്തകന്മാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം പുരോഗമിച്ച ഒരു സ്ഥലമാണ് ഈ കൊല്ലം എന്ന സ്ഥലം. ഇവിടെ ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ട്. ആ സ്ഥാപനങ്ങളിലെല്ലാം എല്ലാ വിഭാഗത്തിലുംപ്പെട്ട സാധുക്കളായ പാവങ്ങളായ കുട്ടികൾക്ക് പഠിക്കാനും പരീക്ഷയ്ക്കിരിക്കാനും സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് ഒരു അപേക്ഷയുമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ഒരത്ഭുത ജീവിയാണ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയാൽ അവൻ്റെ സൃഷ്ടാവായ റബ്ബിനെ അറിയും. അത്രയും അത്ഭുതകരമായ ഒരു സാധനമാണ് മനുഷ്യൻ്റെ ശരീരം. അവൻ്റെ ഹൃദയം, അവൻ്റെ രക്തങ്ങൾ ശുദ്ധി ചെയ്യുന്ന കിഡ്നി, ഇതെല്ലാം വളരെയധികം വ്യത്യാസമുണ്ട്. ഇന്ന് നിങ്ങൾക്കറിയാം, കിഡ്നി രോഗം ധാരാളം വർദ്ധിച്ചു കൊണ്ടുവരികയാണ്. ഡയാലിസിസ് മെഷീൻ ഒരു വലിയ പത്തായത്തിൻ്റെ അത്ര വലിപ്പത്തിലുള്ള മെഷീനുകളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ചികിത്സിക്കണമെങ്കിൽ തന്നെ ശരീരത്തിൽ നിന്ന് രക്തമെടുക്കാൻ നരമ്പുകൾ ലഭിക്കണം. അത് ലഭിക്കാതെയാകുമ്പോൾ സ്ഥലം മാറ്റി 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 അവസാനം എവിടെയും കിട്ടാതിരിക്കുമ്പോൾ പിന്നീട് ഡയാലിസിസ് ചെയ്യാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് നിർത്തിയാൽ ഒരാഴ്ചക്കുള്ളിൽ ആ മനുഷ്യൻ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിലെല്ലാം
പരിഹാരമെന്ന നിലക്ക് പാവപ്പെട്ടവർക്ക് ചികിത്സ നടത്താനും മരുന്നുകൾ കൊടുക്കാനും മെഡിക്കൽ കോളേജുകളും യൂണിവേഴ്സിറ്റികളും അധികമായി ഉണ്ടാവണമെന്ന് ഞങ്ങൾ ഇതിനു മുമ്പ് കേരള ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും നിവേദനം നൽകിയിട്ടുണ്ട്. ഇനിയും അത് നൽകാൻ പോവുകയാണ്. ഉള്ളത് എടുത്തു കളയുന്നതിന് പകരം വേറെ കൂടുതൽ സ്ഥാപിക്കുകയാണ് ഇവിടെ ആവശ്യം. മനുഷ്യനൊരു ഉത്കൃഷ്ട ജീവിയാണ്, അത്ഭുത ജീവിയാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യന് ഏറ്റവും അത്ഭുതകരമായ നിലയിലാണ് അവനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതൊന്നും ഇപ്പോൾ ഞങ്ങൾക്കറിയാവുന്നതും ഇവിടെ പറയുന്ന സമയമല്ല. അതേസമയത്ത് ഡോക്ടർമാർ വെറും MBBS ആവണമെങ്കിൽ തന്നെ 5 വർഷമാണ് പഠിക്കുന്നത്. പിന്നീട് എത്രയോ വർഷങ്ങൾ പഠിക്കുമ്പോഴാണ് ഉയർന്ന ഡോക്ടറായിത്തീരുന്നത്. മനുഷ്യ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ശൈലിയും ഇത് പഠിക്കുമ്പോഴാണ് മനുഷ്യൻ എത്ര അത്ഭുത ജീവിയാണ് എന്ന് കാണാൻ കഴിയുന്നത്. മനുഷ്യൻ്റെ ബുദ്ധി ഏറ്റവും അധികം നശിപ്പിക്കുന്ന ഒന്നാണ് മദ്യം കഴിക്കുക. അതുപോലെ ബുദ്ധികൾ നശിച്ചു പോകുന്ന ഏത് സാധനവും, അത് വെള്ളമായാലും പൊടിയായാലും എന്തു തന്നെയായാലും വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. മനുഷ്യൻ്റെ ബുദ്ധിയെ നശിപ്പിച്ചു കളയുന്ന ഒന്നാണ് ഈ മദ്യവും അതുപോലുള്ള ലഹരി ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും. ഇന്ന് അൽഹംദുലില്ലാഹ് ഗൾഫ് രാജ്യങ്ങളിൽ വളരെ കർശനമായി ഈ വിഷയത്തിൽ നിയമങ്ങൾ നടപ്പിൽ വരുത്തുകയാണ്. പക്ഷെ ചില വിദ്വാൻമാർ നാട്ടിൽ വന്ന് പോകുന്നവർ കയ്യിൽ എന്തെങ്കിലും ഒരു പൊതി കൊടുത്ത് ഇത് എൻ്റെ ചേട്ടനുണ്ട് അവിടെ, അയാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ സാധുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും അവിടെ ചെന്ന് കഴിച്ചു നോക്കുമ്പോൾ അത് ലഹരി സാധനമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്ത് കൊല്ലങ്ങളോളം ഈ പാവപ്പെട്ടവൻ ജയിലിൽ കിടക്കേണ്ടി വരുന്നത് അങ്ങേയറ്റത്തെ അവസ്ഥയാണ് ഇന്ന് ലോകത്തുള്ളത്. അതിനെല്ലാം പരിഹാരമായി നാം അഭ്യസിപ്പിക്കുകയും മോറൽ വിദ്യാഭ്യാസം നൽകുകയും ചെയ്യണം. അങ്ങനെ മനുഷ്യരാക്കിയെടുക്കണം. നിങ്ങൾ നോക്ക്, ഖുർആനിൻ്റെ അവസാനത്തെ സൂറയായ സൂറത്തുൻ നാസിൽ എത്ര പ്രാവശ്യമാണ് നാസ് എന്ന് പറഞ്ഞത്? ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. എത്ര പ്രാവശ്യം പറയുക ഇതിനകത്ത്? കാരണം മനുഷ്യൻ വളരെ ഉത്കൃഷ്ടമായ ജീവിയാണ്, അത്ഭുതകരമായ ജീവിയാണ്. അവന് മാത്രമാണ് അല്ലാഹു തആല വിശേഷ ബുദ്ധി കൊടുത്തിട്ടുള്ളത്. ആ വിശേഷ ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനായി ജീവിക്കണം. അങ്ങനെയുള്ള ആളുകളെ കൂടെയാണ് നാം എന്നാണ്. മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ
മൃഗീയമായി അതപ്പതിച്ചു പോയ മനുഷ്യൻ്റെ കൂടെ എന്നല്ല അർത്ഥം. യഥാർത്ഥ മനുഷ്യൻ, ശരിയായ മനുഷ്യൻ, അവരുടെ കൂടെയാണ് നാം എല്ലാവരും. അതുകൊണ്ട് നമ്മുടെ ഭാവി തലമുറയെ ശരിയായ മനുഷ്യന്മാരാക്കി വളർത്തിയെടുക്കാൻ നാം എല്ലാവരും പരിശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 കൊല്ലത്തിൻ്റെ കാലമുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിൽ നമ്മുടെ നേതാക്കളായ മഹാന്മാരായ ഉലമാക്കൾ രൂപീകരിച്ച സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആരോ പറയുന്നത് കേട്ടു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ല, വിദ്യാഭ്യാസ ബോർഡാണ്, SYS ആണ്, SSF ആണ്, അത് ചെയ്തത് ഇത് ചെയ്തത് എന്നൊക്കെ പറയുന്നു. എന്നാൽ ഈ ബോർഡും SYS-ഉം SSF-ഉം SFB-യും ജംഇയ്യത്തുൽ മുഅല്ലിമീനും എല്ലാ സംഘടനകളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആണ് അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ആ ഉലമാ സംഘടന സുബ്ഹാനല്ലാഹ് അന്ന് രൂപീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇവിടെ പുത്തൻ ബാധികൾ വന്ന് ഖുർആനും ഹദീസും വളച്ചൊടിച്ച് ജനങ്ങളെ വഴിപഴിപ്പിച്ചു കളയുമായിരുന്നു. അത് ചെയ്യാതിരിക്കാൻ നമ്മുടെ സംഘടനയാണ് ഇവിടെ നിലനിന്നു വന്നത്. അല്ലാഹു തആല ആ സംഘടനയെ സ്ഥാപിച്ച എല്ലാവർക്കും വലിയ ദർജ കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഭാഗത്ത്, കൊല്ലം ഭാഗത്ത് പ്രത്യേകമായി അടുത്ത കാലത്ത് സമസ്തയെ പരിചയപ്പെടുത്തിയിരുന്ന ഒരാളായിരുന്നു EK മുഹമ്മദ് ദാരിമി മർഹൂം. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു തആല മഗ്ഫിറത്തും ദർജയും നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു അവസാനം ഈമാനോടുകൂടി മരിച്ച് സ്വർഗത്തിൽ പോകുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തി തരുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. KP അബൂബക്കർ ഹസരത്ത് ആലപ്പുഴത്ത് മരിച്ചുവല്ലേ, അദ്ദേഹത്തിനും അതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് ജയിച്ച MP ആയിരുന്ന ഷാനവാസ്, അങ്ങനെ പല ആളുകളും അതൊന്നും രാഷ്ട്രീയം നോക്കിയിട്ടല്ല. ഷാനവാസൊക്കെ എപ്പോഴും മർക്കസിൽ വരും, കുട്ടികൾക്ക് എന്താ വേണ്ടത് ചോദിക്കും. ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ വസ്ത്രങ്ങളുമായി വരും, അങ്ങനെ കുട്ടികളെ സഹായിക്കും. ഈ ഒരു ബന്ധം കൊണ്ടാണ് ഞാൻ പ്രത്യേകം അദ്ദേഹത്തെ ഓർത്തതല്ലാതെ രാഷ്ട്രീയം ഓർത്തുകൊണ്ടല്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ലാത്ത ഒരു സംഘടനയാണ് ഞങ്ങളുടെ സംഘടന. അല്ലാഹു തആല നമ്മളെ സഹായിച്ച എല്ലാ ആളുകൾക്കും മഗ്ഫിറത്ത് നൽകട്ടെ. അവരെ എല്ലാവരെയും ഖബറിനെ അല്ലാഹു തആല ഖുർആൻ കൊണ്ട് പ്രകാശിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.